പത്തനംതിട്ട ജില്ലയിലെ റോഡുകളിൽ 70% പ്രിയദർശിനി ഓർഡിനറി ബസ് സർവീസ് നടത്തുന്നതിനാൽ ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസ് നഷ്ടത്തിന്റെ പാതയിൽ. സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി 2 ആഴ്ച പിന്നിടുമ്പോൾ ബസ് ഉടമകൾക്ക് നഷ്ടത്തിന്റെ കണക്കാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനായി തിരുവനന്തപുരം മുതൽ ഇടുക്കി ജില്ല വരെയുള്ള ബസ് ഉടമകൾ അടുത്തയാഴ്ച സൂചനാ സമരം നടത്തുമെന്ന് ജില്ലാ ഭാരവാഹികൾ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്തിലെ സ്വകാര്യ സർവീസ് നടത്തുന്ന ബസ് ഉടമകളെല്ലാം തന്നെ ആശങ്കയിലും ദുരിതത്തിലുമാണ്. പത്തനംതിട്ട ജില്ലയിലെ ബസ് ഉടമകളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ ബസ് ഉടമകളുടെ യോഗം കഴിഞ്ഞിട്ടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനെ കൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഒരു 70-75% റൂട്ടുകളിലും KSRTCയുടെ നല്ല രീതിയിലുള്ള ഓർഡിനറി സർവീസുകൾ നടക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആ റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകൾക്ക് ഇപ്പോൾ ചെലവിനുള്ള പൈസയ്ക്ക് പോലുമുള്ള ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ G-ഫോം നൽകുമെന്നാണ് പലരും പറഞ്ഞിരുന്നത്. എങ്കിലും അതിനകത്തും മറ്റു ചില പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അതിലൊന്നാമതായിട്ടുള്ളത് ജീവനക്കാരുടെ പ്രശ്നമാണ്. ജീവനക്കാർക്ക് വേതനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും G-ഫോം കൊടുത്തു കഴിഞ്ഞാൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബസ്സുകൾ കുറച്ച് നാൾ കടന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടയറും ബാറ്ററി അതെല്ലാം നശിച്ച് പിന്നെയും ഇതിനെല്ലാം വീണ്ടും പണം കണ്ടെത്തി ഞങ്ങൾക്ക് ഇത് പിന്നെയും സർവീസ് പുനരാരംഭിക്കണം എന്നുണ്ടെങ്കിൽ പണം നടത്തി മാത്രമേ ഇത് പുറത്തിറക്കാനെ കൊണ്ട് കഴിയുള്ളൂ. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്വാർട്ടറിൽ ഇന്നു മുതലുള്ള ക്വാർട്ടറിൽ ഗവൺമെന്റ് ടാക്സ് കുറച്ചിട്ടുണ്ട്. ഇപ്പം G-ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി ആ കിടക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റാനെ കൊണ്ട് പറ്റുകയില്ല. അപ്പം ടാക്സ് കുറച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പല വണ്ടികളും ഇപ്പോൾ രാവിലെയും വൈകിട്ടുമുള്ള പീക്ക് സമയങ്ങളിൽ മാത്രമാണ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും ബസ് സർവീസുകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ സൗജന്യ യാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 20,000, 15,000, 10,000 രൂപ കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നേരെ കുത്തനെ താഴ്ന്നിട്ട് ജീവനക്കാരുടെ ശമ്പളമൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും, അനുബന്ധ ചെലവുകളൊക്കെ? നിലവിൽ ഈ പ്രിയദർശിനിയുടെ ഈ സർവീസ് വന്നത് പ്രകാരം നമ്മുടെ ബസ് സർവീസിന് പകുതി വരുമാനം കുറഞ്ഞു. പകുതി വരുമാനം നിത്യ ദിവസവും ചെലവിനുള്ളത് പോലും നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ അകത്തുനിന്നാണ് ഇവർക്ക് ഇപ്പോൾ സാലറി കാര്യങ്ങൾ അവർ തന്നെ എടുക്കുന്നത്. അപ്പം 1000 രൂപ ഡെയിലി സാലറി എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ എടുക്കുന്നത് 500 താഴെയാണ്. അപ്പം രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വണ്ടികൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 9 മണിയാവും അവർ വീട്ടിൽ ചെല്ലും. അത്രയും സമയം കൊണ്ട് അവർക്കൊരു 500 രൂപ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ സീറോ ബാലൻസിലാണ് നമുക്കും ഈ സർവീസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർ വേറെ ഒരു ജോലിക്ക് പോകാനായിട്ട് അവരെയും കൊണ്ട് നിവൃത്തിയില്ല. ഈ സാധനം ഞങ്ങൾക്ക് കയറ്റിയിടാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ഞങ്ങളാണെങ്കിൽ ഓരോ ദിവസവും ഞങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഓരോ ദിവസം ഞങ്ങളുടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പത്രത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങളെ കൈവിടത്തില്ലെന്ന്. ഞങ്ങളത് കേട്ടോണ്ടാണ് ഓരോ ദിവസവും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എത്ര ദിവസം ഇതിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ലാതിരിക്കുവാണ്. ഇപ്പൊ അവസാനമായിട്ട് എന്താണ് ഇനി ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നത്? ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. KSRTCയുടെ സർവീസുകൾ, ഈ ഓർഡിനറി പ്രിയദർശിനി സർവീസുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പിന്നീട് വയനാട്. ഇത്രയും ജില്ലകളെയാണ് സാരമായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ തെക്കൻ ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സമരപരിപാടി മിക്കവാറും അടുത്ത ആഴ്ചത്തേക്ക് ഞങ്ങൾ യൂണിയൻ പ്രതിനിധികളുമായിട്ടും കൂടെ ചേർന്ന് ആലോചിച്ചതിന് ശേഷം ഒരു ദിവസത്തെ ഒരു സൂചനാ സമരം നടത്തണമെന്നുള്ള താല്പര്യത്തിലാണ് ഈ ജില്ലകളെല്ലാം നിൽക്കുന്നത്. യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം ഇവർ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെങ്കിൽ അതിന്റെ ഫലം കാണുന്നതിന്റെ ഫലമായിട്ടാണ് വരും ദിവസങ്ങളിൽ സൂചനാ സമരവുമായി ഈ ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.